രാഹുൽ ഗാന്ധി ഈ അടുത്തായിട്ട് സുരക്ഷാ പ്രോട്ടോകോൾ തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വമുള്ള ഒരു പ്രവൃത്തിയാണോ? മനഃപൂർവ്വം തന്നെ ഉള്ളതാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്തിനു വേണ്ടി? അതിനുള്ള കാരണങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോ മറ്റേ CRPF നമ്മുടെ അതായത് ഈ പ്രതിരോധ മന്ത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്യൂരിറ്റി ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി. അത് ചോദിച്ചു വാങ്ങിയതാണ്. വേണം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പൊ അത് BJP കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. അതെ, കൊടുത്തോട്ടെ. അദ്ദേഹം വേണമല്ലോ, അദ്ദേഹം വേണം. എന്നാലേ BJPയുടെ ഐശ്വര്യമാണ്. അതെ, BJPയുടെ ഐശ്വര്യമാണ്. അപ്പൊ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ആണ് അതിന്റെ ചീഫായിട്ടുള്ള സുനിൽ ജൂൺ ആണ് ഒരു കത്തയച്ചത്. ആ കത്താണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത്. അതായത് ഇദ്ദേഹം നിരന്തരമായിട്ട് സെക്യൂരിറ്റി പ്രോട്ടോകോൾ എല്ലാം തെറ്റിക്കുകയാണ്. അത് ഖാർഗെയ്ക്കും അയച്ചു, രാഹുലിനും അയച്ചു. അപ്പോ എന്തായാലും അതിന് മറുപടി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മറുപടി പറയാൻ പറ്റില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ മൂപ്പിലാൻ ഇടക്കിടക്ക് വിയറ്റ്നാം, ഇറ്റലി, ദുബായ്, ഖത്തർ, ലണ്ടൻ, മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെ കറങ്ങും. ഇവിടെ കറങ്ങാൻ പോകുമ്പോഴാണ് ഈ പ്രോട്ടോകോൾ ലംഘനങ്ങൾ എല്ലാം തെറ്റുന്നത്. മലേഷ്യയിലൊക്കെ ഒരൊറ്റ സുരക്ഷാ സൈനികനില്ലാതെ ഒറ്റയ്ക്ക് ഒരു സാധാരണക്കാരനെ പോലെ പോകും. എന്നിട്ട് സ്വന്തം നാട്ടിൽ ഇവരെ കൊണ്ട് വളഞ്ഞ് അതിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താണ്? അതൊരു ഇരട്ടത്താപ്പാണല്ലോ. എന്തിനു വേണ്ടി അങ്ങനെ സുരക്ഷാ പ്രോട്ടോകോൾ മാറ്റുന്നു എന്നുള്ളതാണ്. ഇത് യെല്ലോ ബുക്ക് പ്രോട്ടോകോൾ തെറ്റിച്ചു എന്നാണ് പറയുന്നത്. ഈ യെല്ലോ ബുക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. Z+ സുരക്ഷയുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ വിവരിക്കുന്ന രഹസ്യ മാനുവലാണ് ഈ യെല്ലോ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ Z+ സുരക്ഷയാണ് ഇവർക്കൊക്കെ ആവശ്യമായിരുന്നത്. അത് ചോദിച്ച് ഇരന്നു വാങ്ങുകയാണ്. എന്തായാലും സസന്തോഷം BJP വിജയ് പറഞ്ഞ പോലെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണല്ലോ ഇത് തെറ്റിക്കുന്നത്. എന്തിനാണ് നിരന്തരം വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്? വോട്ടധികാർ യാത്ര ഇത് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനാവുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും അറിഞ്ഞില്ല. പിന്നെ കാണുന്നത് മലേഷ്യയിൽ പോയി കുട്ടിനിക്കറിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി ആ മലേഷ്യൻ ട്രിപ്പിൽ അലക്സാണ്ടർ സോറോസ്, അതായത് ജോർജ് സോറോസിന്റെ മകനായിട്ടുള്ള അലക്സാണ്ടർ സോറോസുമായിട്ട് ചർച്ചകൾ നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ സക്കീർ നായിക്, ഈ പീസ് ഫൗണ്ടേഷന്റെ ഒക്കെ ആളാണ്, വളരെ നല്ല വ്യക്തിയാണ്, കൂടിക്കാഴ്ച നടത്തേണ്ട ആളാണ്, നമ്മുടെ രാജ്യവുമായി ഏറ്റവും ചേർന്ന് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് നാട് കടത്തി വിട്ടതല്ലേ ഇവിടെ? നാട് കടത്തിയതല്ല, ഇദ്ദേഹത്തിനെ പിടികൂടാൻ എന്താണ് പോലീസ് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം നാട് വിട്ടു. അതെ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലീസിനെ വെട്ടിച്ച് നാട് വിട്ടതാണ്. അതിപ്പോ ആ മനുഷ്യന്റെ നല്ലവനായ ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം വിദേശ രാജ്യത്ത് പോയിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാണാൻ പോയിട്ടുള്ളത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടെ മലേഷ്യയിൽ പോയി ഇവരെയൊക്കെ കണ്ടു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിച്ചത്. പക്ഷെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇൻ കേസ് ഇനി പോയിട്ടുണ്ടെങ്കിൽ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇവരെയെല്ലാം കാണുന്നത്? ജോർജ് സോറോസ് ആരാണ് എന്നുള്ളത് ഈ നാട്ടിലുള്ള ഇപ്പോഴത്തെ എല്ലാ ആളുകൾക്കും അറിയാം. ജോർജ് സോറോസിന്റെ പങ്ക് എന്താണ്, അവരെന്താണ് ഇവിടെ നടത്താൻ പോകുന്നത്, സാക്കിർ നായിക് ആരാണ്, സാക്കിർ നായിക്കിന്റെ ഇത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നത്. എന്തിനാ പോയി കാണുന്നത്? അപ്പൊ ഇവരെ കാണാൻ പോകുമ്പോൾ Z+ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റൂ? അപ്പൊ അത് പോകാൻ പറ്റൂല. എന്നിട്ടും ഈ വിവരം ചോർന്നു. അവിടെയാണ് നോട്ട് ദ പോയിന്റ്. അപ്പൊ കൂടെയുള്ള ആരെയോ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള അത് ഒരു കൂടെയുള്ളവർ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഇവരൊക്കെ തമ്മിൽ കാണുന്നത് ഏതെങ്കിലും ഹോട്ടലുകളിൽ വെച്ചോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഈ പറയുന്ന ലോകത്ത് ഇപ്പോൾ ഒന്നും മറച്ചു വയ്ക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് ലോകം വളരെ ചെറുതാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് പോയി ഒളിക്കാൻ തക്ക വലിപ്പം ലോകത്തിനില്ല. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ തിരിച്ചറിയും. എങ്ങനെയാണെന്നറിയോ? മോദിക്ക് പറ്റാത്തൊരു എതിരാളി എന്നുള്ള നിലയിലെങ്കിലും രാഹുൽ ഗാന്ധി പോപ്പുലർ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോപ്പുലർ ആണ്. പക്ഷെ ഇപ്പൊ വിലയിരുത്തുന്നത് ഒരുപക്ഷെ പണ്ട് വിലയിരുത്തപ്പെട്ടിരുന്നത് ഏത് രീതിയിലായിരിക്കാം. പക്ഷെ നേരെ തിരിച്ച് ഏത് രീതിയിലായാലും ഇദ്ദേഹം എവിടെ പോയാലും
ഇദ്ദേഹത്തിന് മനസ്സിലാവും. അല്ലെങ്കിൽ നീ ഇദ്ദേഹം വേഷം മാറിയൊക്കെ പോകണം. ഇതിപ്പോ എന്തായാലും മാറാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബം ഇടപെട്ടിട്ടുള്ള ചില വിദേശ യാത്രകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ചു പോവാം. ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. 2008 നടന്നൊരു സംഭവമാണ്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി CCPയുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇന്നും അവ്യക്തമാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഒന്നും ലഭ്യമല്ല. ചൈനയോടുള്ള കോൺഗ്രസിന്റെ മൃദുലമായ നിലപാട് ഈ കരാറാണോ, അതൊരു സത്യവാങ്മൂലം അങ്ങനെ എന്തോ അല്ലായിരുന്നു? MOU ആണ്. അപ്പൊ ഈ അഫിഡവിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന രീതിയിൽ ഇത് എന്താണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ബബ്ബ എന്നുള്ളതാണ് മറുപടി. ഇവിടെ ചോദിച്ച ചക്ക എന്ന് പറയും, ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറയും. ഇതാണ് നിലപാട് എന്നുള്ളത്. അപ്പൊ ഈ കരാറ് എതിരാളികൾ കാലങ്ങളായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിഗൂഢമായിട്ടുള്ള വിദേശ യാത്രകളുണ്ട്. പാർലമെന്റിൽ പരസ്യമായിട്ടുള്ള വിശദീകരണമോ വെളിപ്പെടുത്തലോ ഒന്നുമില്ലാതെ രാഹുൽ ഗാന്ധി രാജ്യം വിട്ടതായിട്ട് പലപ്പോഴും. ഇദ്ദേഹം ഒരു വിസിറ്റിംഗ് പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ. അപ്പൊ ഇതെല്ലാം പലതവണയായിട്ട് ചോദ്യം ചെയ്യും. ഇത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആരെ കാണാനാണ് പോകുന്നത്? ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വളരെ ഹോട്ട് സീറ്റാണ്. ആ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ യാത്രകളല്ല ഈ പോകുന്നത്. അപ്പൊ ഈ പോകുന്ന കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ, എതിരായിട്ടുള്ള രീതിയിൽ, നമ്മുടെ പോളിസിക്ക് എതിരായിട്ടുള്ള രീതിയിൽ പല വിദേശ സർവകലാശാലകളും പല ഇടങ്ങളിലുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെ ചൊല്ലി എപ്പോഴും മാപ്പ് പറയുന്നുണ്ട്. ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് കോടതിക്ക് പോലും ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ മാപ്പ് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുമായി. ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്താനായിട്ടാണ് ഈ പോക്കുകളെല്ലാം പോകുന്നത് എന്നുള്ള ഒരു എന്താ പറയാ കരക്കമ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ഈ കരക്കമ്പി നടക്കുമ്പോൾ അസ്വസ്ഥതയാണ്. എന്നാൽ ഇതൊന്നുമല്ല, ഞാൻ പോയത് ഇന്ന സ്ഥലത്താണ്, ഇന്നയാളെ കാണാനാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഇതാണ് എന്ന് പറയുന്നത്. ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ ഈ PPT പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അത് നടത്താനായിട്ട് ധൈര്യമില്ല. എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാനായിട്ട് കഴിയുന്നില്ല? മോദി പോകുമ്പോൾ ഇവിടെ ഇരുന്ന് എന്താ പറയാ ചൊറി കുത്തി കഴിഞ്ഞ് മോദി പോയതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ കട്ടായിട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനമന്ത്രി നടത്തുന്ന യാത്രകളെ കുറിച്ച് വിവരങ്ങൾ വരുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഇത്തരത്തിൽ ഗൂഢോദ്ദേശപരമായിട്ടുള്ള യാത്രകളെ കുറിച്ച് വരുന്നില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത ഒരു രാജ്യത്ത് കോൺഗ്രസിന് ഓഫീസ് ഉണ്ട് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. അപ്പം മറ്റൊരു കാര്യം, അതിലേക്ക് വരാൻ നമുക്ക്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കസക്കിസ്ഥാൻ, റഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ പല ഈ കാര്യങ്ങളിലുമൊക്കെ കോൺഗ്രസ് ആഖ്യാനങ്ങൾ ഓൺലൈൻ വഴി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നു. ഗാന്ധിജിയുടെ ഒരു ഇതൊക്കെ എന്താ പറയാ അതിന് വേണ്ടുന്ന പോപ്പുലാരിറ്റി കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം തിരിച്ചടിക്കുന്നുണ്ട്. പണ്ട് എന്താണോ കോൺഗ്രസ് ചെയ്തത്, ആ ചെയ്തതിൻ്റെയും അന്നത്തെ ഡാറ്റാസ് വെച്ചിട്ട് ഇന്ന് കൂടുതലും ആളുകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്ന റീൽസ് വഴിയാണ്. അപ്പൊ ഈ റീലുകൾ വഴി ആളുകൾ തിരിച്ചറിയുന്നുണ്ട് പണ്ട് എന്ത് നടന്ന്. നമ്മൾ കാണുന്നതാണല്ലോ പണ്ടത്തെയും ഇപ്പോഴത്തെയും സാഹചര്യങ്ങൾ അതിന്റെ അടിക്കുറിപ്പോട് കൂടി വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെല്ലാം ഇവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് ആരോട് ചേർന്ന് ഇവർക്ക് ആരോടാണ് അടുപ്പം എന്നുള്ളതും ഒക്കെ ഇതുവഴി നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ഈ തുർക്കിയിലെ കോൺഗ്രസിന് ഓഫീസ് എന്തിനാണ്? തുർക്കിയിൽ അതും ഇവർ പറയുന്നില്ല. അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യയോട് പലപ്പോഴും ശത്രുത പുലർത്തുന്ന രാജ്യമാണ്. ഏറ്റവും ഒടുവിൽ പോലും നമ്മൾ കണ്ടതാണ്. നമ്മുടെ നേരെ പാകിസ്ഥാൻ അടിക്കുമ്പോൾ അവരെ സഹായിച്ച ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഇവർക്കൊരു ഓഫീസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ ഇത് എന്തിനാണ്? ആ തുർക്കിയിലെ സംഘടനാ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള പാർട്ടിയുടെ ഈ ഒരു തീരുമാനം സംശയാസ്പദമായിട്ട്, ഇത് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റാഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി നമുക്ക് ഇവിടെ വരുന്നത്. മ്യാൻമാറിൽ നിന്നാണ് ഈ വോട്ട് ചോരിയുടെ
ഡാറ്റകളെല്ലാം ലഭിച്ചത് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ പോളിസിയുമായി ചേർന്ന് പോകാത്ത ഇടങ്ങളിൽ പോവുകയും അവിടെ നിന്ന് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? നമുക്കൊരിക്കലും അത് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോ മെറ്റാഡാറ്റ പാത പോലെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ തുർക്കിയിലെ ഓഫീസ് എന്ന് പറയുന്ന ചില ഡാറ്റാസ് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് വളരെ സംശയാസ്പദമാണ്. എന്തിന് കോൺഗ്രസ് പോലൊരു ഇന്ത്യയിലെ ദേശീയ പാർട്ടിക്ക് തുർക്കിയിൽ ഓഫീസ് വേണം? തുർക്കിയിൽ ഇവർക്ക് എന്താണ് പ്രധാനമായിട്ടും നടത്താനുള്ളത്? എന്തിന് അവരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ബോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.